Hi all, welcome to EduValley. നമ്മൾ ഇന്ന് HTML ക്വസ്റ്റ്യൻ വർക്കൗട്ട് ആണ് നോക്കുന്നത്. കേരള വാട്ടർ അതോറിറ്റി LD ടൈപ്പിസ്റ്റിൽ നമുക്ക് HTMLനെ കുറിച്ച് പഠിക്കാനുണ്ട്. കുറച്ചൊക്കെ കാര്യങ്ങൾ ഞാൻ ഓൾറെഡി ചില ക്ലാസ്സുകളായിട്ട് കൊടുത്തിട്ടുണ്ട്, അതായത് ഇമേജ് ടാഗ്, ആങ്കർ ടാഗ് അങ്ങനെയുള്ളത്. അപ്പം നമ്മൾ ഇന്ന് അതിനകത്തെ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ആണ് നോക്കുന്നത്. ഒരു 10 ചോദ്യങ്ങളും അതിന്റെ എക്സ്പ്ലെയിനിങ്ങും ആണ് ഇന്നത്തെ ക്ലാസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് HTML ടാഗ്സ് ആർ എൻക്ലോസ്ഡ് ഇൻ. HTML ടാഗുകൾ എന്തിനകത്താണ് എഴുതുന്നത് എന്നാണ് ചോദിച്ചേക്കുന്നത്. ടാഗ് എഴുതാനായിട്ട് നമ്മൾ ഏതാ എടുക്കുന്നത്? ആംഗിൾ ബ്രാക്കറ്റ് ആണ് അല്ലേ? ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എടുത്തിട്ടുള്ളതാണ്. സോ എന്താണ്? ആംഗിൾ ബ്രാക്കറ്റ് ആണ് നമ്മൾ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നത്? HTML ടാഗിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഈ സർക്കിൾ ബ്രാക്കറ്റ് എപ്പോഴാണ് നമ്മൾ കാണിക്കുന്നത്? ഫങ്ഷൻസ് ഒക്കെ കോൾ ചെയ്യുന്ന സമയത്താണ് സർക്കിൾ ബ്രാക്കറ്റ് വേണ്ടി വരുന്നത്. ഇനി ഇതിനെ നമ്മൾ അറേ സബ്സ്ക്രിപ്റ്റ് എന്നാണ് പറയുക. അപ്പൊ ഏത് കേസിലാണ്? അറേയുടെ സൈസ് പറയുന്ന കേസിലാണ് സ്ക്വയർ ബ്രാക്കറ്റ് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ നമുക്കുള്ളതാണ് ഡബിൾ കോട്ട്സ്. ഡബിൾ കോട്ട്സ് ഫോർ എന്താണ്? സ്ട്രിംഗ് ആണ് അല്ലെ? എന്തെങ്കിലും ഒരു ടെക്സ്റ്റ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഡബിൾ കോട്ട്സിനകത്ത് എഴുതി കൊടുക്കണം. അതുപോലെ തന്നെ എന്താണ്, ചില ടാഗുകളുടെ ആട്രിബ്യൂട്ട് എലമെന്റുകൾ എന്താണെന്ന് ഡിഫൈൻ ചെയ്യുവാണെങ്കിൽ, അതായത് ഇപ്പം ഫോണ്ട് എന്ന് പറയുന്ന ടാഗിന്റെ ആട്രിബ്യൂട്ട് ആയിട്ടുള്ള കളറ് എങ്ങനെയല്ലേ എഴുതുക? ഫോണ്ടിന്റെ ആട്രിബ്യൂട്ട് ആയിട്ടുള്ള കളർ എന്ന് പറയുന്ന ടാഗ് ഗ്രീൻ ആണെന്ന് നമുക്ക് പറയണമെന്നുണ്ടെങ്കിൽ ആ ഗ്രീനിനെ നമ്മൾ ഡബിൾ കോട്ട്സിനകത്ത് എഴുതും. അപ്പൊ യൂസർ സ്പെസിഫിക്കേഷൻസ് അതുപോലെ തന്നെ സ്ട്രിങ് അതൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഡബിൾ കോട്ട്സിനകത്താണ് നമ്മൾ എഴുതേണ്ടത്. അടുത്തതാണ് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് യൂസ്ഡ് ടു ഡിസ്പ്ലേ ലാർജ് ഹെഡിങ്. താഴെ കൊടുത്തിട്ടുള്ളതിൽ ലാർജ് ഹെഡിങ് എന്ന് പറഞ്ഞിട്ടുള്ളത് H1 ആണ്. നമുക്ക് 6 ഹെഡിങ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. H2, H3, H4, H5, H6. ഇതിനകത്ത് ഏറ്റവും ലാർജസ്റ്റ് എന്ന് പറയുന്നത് H1 ആണ്. ഏറ്റവും സ്മോളസ്റ്റ് എന്ന് പറയുന്നത് H6 ആണ്. പലരും ഇത് തിരിച്ചു പഠിച്ചു വെക്കാറുണ്ട്. കൃത്യമായിട്ട് നോക്കുക. 6 ഹെഡിങ്സ് ആണ് നമുക്കുള്ളത്. H1 മുതൽ H6 വരെ. H1 ആണ് ഏറ്റവും ലാർജസ്റ്റ് ഹെഡിങ്. ഏറ്റവും സ്മോളസ്റ്റ് എന്ന് പറയുന്നത് H6 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. കോമ്പിനേഷൻ ഓഫ് HTML ആൻഡ് ജാവാസ്ക്രിപ്റ്റ്. HTML എന്ന് പറയുന്നത് സ്റ്റാറ്റിക് വെബ് പേജ് ആണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. സ്റ്റാറ്റിക് ആണ്. ജാവാസ്ക്രിപ്റ്റ് വഴി ക്രിയേറ്റ് ചെയ്യുന്നത് ഡൈനാമിക് ആണ്. അപ്പൊ രണ്ടും വെബ് പേജ് ആണ് എന്നുള്ളത് നമുക്കറിയാം. സ്റ്റാറ്റിക് എന്ന് പറയുന്നത് യൂസർ ഇന്ററാക്ഷൻ പോസിബിൾ അല്ല, ഡൈനാമിക് ആണെങ്കിൽ യൂസർ ഇന്ററാക്ഷൻ പോസിബിൾ ആണ്. അപ്പൊ ആ ജാവാസ്ക്രിപ്റ്റിനെയും HTMLനെയും കമ്പൈൻ ചെയ്ത് നമുക്ക് പറയാൻ പറ്റും എന്താണ്, നമ്മൾ 2007 ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ള കണ്ടന്റ് ആണ് എന്ത്? XML സ്റ്റാൻഡേർഡ്. അപ്പൊ XML കോമ്പിനേഷൻ ഓഫ് HTML ആൻഡ് ജാവാസ്ക്രിപ്റ്റ് ഇസ് നോൺ ആസ് XML എന്നുള്ളത് പഠിച്ചു വെച്ചേക്കുക. ഇനി അടുത്തതാണ് ഡാഷ് ലെറ്റ് യൂസർ ടു സെലക്ട് വൺ എമംഗ് ദ ലിമിറ്റഡ് നമ്പർ ഓഫ് ചോയ്സ്. അതായത് നമുക്ക് കുറെ ഓപ്ഷൻസ് തന്നിട്ടുണ്ടാവും, അതിനകത്തുനിന്ന് ഒന്നാണ് സെലക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതായത് നമ്മളിപ്പോ ഒരു ഫോമിനകത്ത് ജെൻഡർ എന്ന് പറഞ്ഞിട്ട് ഒരു ലേബൽ ഉണ്ട്. അതിനകത്ത് എന്താണ്, ഫീമെയിൽ ഉണ്ട്, അതുപോലെ തന്നെ മെയിൽ ഉണ്ട്, അതുപോലെ അതർ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതിലേതെങ്കിലും ഒന്ന് മാത്രമേ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റൂ അല്ലെ? ഫീമെയിൽ ആണെങ്കിൽ ഫീമെയിൽ മാത്രമാണ് സെലക്ട് ചെയ്യാൻ പറ്റുക. അങ്ങനെ ലിമിറ്റഡ് നമ്പർ ഓഫ് ഓപ്ഷൻസ് നമുക്ക് ഉണ്ടാവും. അതിനകത്തുനിന്ന് ഒരെണ്ണം സെലക്ട് ചെയ്യാൻ സഹായിക്കുന്ന ഫോം എലമെന്റിനെ നമ്മൾ പറയുന്നത് റേഡിയോ ബട്ടൺ എന്നുള്ളതാണ്. ഇതിന്റെ ഒരു ക്ലാസ് ഞാൻ ഉടനെ അയക്കുന്നുണ്ട്, അപ്പൊ അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കുന്നുണ്ടാവും കേട്ടോ. അപ്പൊ റേഡിയോ ബട്ടണിനകത്ത് ഡിഫറെന്റ് കൈൻഡ് ഓഫ് ചോയ്സിൽ നിന്ന് ഒരെണ്ണം മാത്രമേ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഡിഫറെന്റ് കൈൻഡ് ഓഫ് ചോയ്സിൽ നിന്ന് മൾട്ടിപ്പിൾ സെലക്ട് ചെയ്യാൻ സഹായിക്കുന്നതാണ് ചെക്ക് ബോക്സ്. ഓക്കെ, ഇത് ഒരെണ്ണാണ് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ചെക്ക് ബോക്സിനകത്താണെങ്കിൽ മൾട്ടിപ്പിൾ സെലക്ട് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ എന്തെങ്കിലും ഒരു പ്രോസസ്സ് ചെയ്തു, അതിനെ ഇൻപുട്ടായിട്ട് നമ്മൾ എവിടെയെങ്കിലും സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിലാണ് സബ്മിറ്റ് എന്ന് പറയുന്ന ആ ഒരു എലമെന്റ് ഉപയോഗിക്കേണ്ടത്. ഇനി അടുത്തത് നോക്കുക. ഡീഫോൾട്ട് ബുള്ളറ്റ് സ്റ്റൈൽ ഇൻ HTML. നമുക്കറിയാം OL ടാഗ്, അതുപോലെ തന്നെ UL ആണ് അൺഓർഡേർഡ് ലിസ്റ്റ് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിനുള്ള ടാഗ് അല്ലെ? അൺഓർഡേർഡ് ലിസ്റ്റ്, അതായത് ബുള്ളറ്റിന് ആഡ് ചെയ്യുന്നതിനുള്ള ടാഗാണ് UL.
അപ്പോൾ ഈ UL ഉപയോഗിച്ചുകൊണ്ട് നമ്മളൊരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ലിസ്റ്റിന്റെ ഡിഫോൾട്ട് സ്റ്റൈൽ എന്തായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബ്ലാക്ക് സർക്കിൾ ആയിരിക്കും ആ ഒരു ബുള്ളറ്റ്. അതായത് ഇതിപ്പോ ബ്ലാക്ക് കളർ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഒരു ബ്ലാക്ക് ഡോട്ട് ആണ് ഡിഫോൾട്ട് ബുള്ളറ്റ് സ്റ്റൈൽ എന്ന് പറയുന്നത്. ബ്ലാക്ക് ഡോട്ട് അല്ലെങ്കിൽ ബ്ലാക്ക് സർക്കിൾ എന്നുള്ളത് പഠിച്ചു വെക്കുക. നെക്സ്റ്റ് ആണ് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ empty ടാഗ്. empty ടാഗ് അതുപോലെ തന്നെ കണ്ടെയ്നർ ടാഗ്. നമ്മളുടെ HTML-നകത്തെ ടാഗുകളെ പ്രധാനമായിട്ടും empty ടാഗ് എന്നും അതുപോലെ തന്നെ കണ്ടെയ്നർ ടാഗ് എന്നുമാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. കണ്ടെയ്നർ ടാഗ് എന്ന് പറയുന്നത് അതിന് സ്റ്റാർട്ട് ടാഗും വേണം, അതുപോലെ തന്നെ എൻഡ് ടാഗും വേണം. അപ്പൊ സ്റ്റാർട്ട് ടാഗും എൻഡ് ടാഗും ഉള്ള ടാഗിനെയാണ് നമ്മൾ കണ്ടെയ്നർ ടാഗ് എന്ന് പറയുക. കണ്ടെയ്നർ ടാഗിന് എക്സാമ്പിൾ ആണ് HTML ക്ലോസ് ചെയ്യുന്നുണ്ട് അല്ലെ. അതുപോലെ തന്നെ എന്താണ് ബോഡി ക്ലോസ് ചെയ്യുന്നുണ്ട്. ഇനി എന്താണ് ഫോണ്ട്. അപ്പം മിക്ക ടാഗുകളും എന്താണ് ഓപ്പണിംഗ് ടാഗും ഉണ്ട്, ക്ലോസിംഗ് ടാഗും ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ടാഗിനെയാണ് കണ്ടെയ്നർ ടാഗ് എന്ന് പറയാ. ഓപ്പണിംഗ് ടാഗിനെയാണ് നമ്മൾ സ്റ്റാർട്ട് ടാഗ് എന്ന് പറയുന്നത്, ക്ലോസിംഗ് ടാഗിനെയാണ് എൻഡ് ടാഗ് എന്ന് പറയുന്നത്. സോ സ്റ്റാർട്ടിംഗ് ടാഗും എൻഡ് ടാഗും ഉള്ള ടാഗിനെ നമ്മൾ എന്തെന്നാ പറയുന്നത്, കണ്ടെയ്നർ ടാഗ് എന്നാണ് പറയുക. empty ടാഗ് എന്ന് പറയുന്നതിന് എന്തേ ഉള്ളൂ, സ്റ്റാർട്ട് ടാഗ് മാത്രം മതി, എൻഡ് ടാഗിന്റെ ആവശ്യമില്ല. ഓക്കെ, അത് മാൻഡേറ്ററി അല്ല. അപ്പോ സ്റ്റാർട്ട് ടാഗ് മാത്രമുള്ള ടാഗിനെയാണ് നമ്മൾ empty ടാഗ് എന്ന് പറയുക. empty ടാഗ് എന്ന് പറയുന്നത് ബ്രേക്ക് ലൈൻ BR, ഹൊറിസോണ്ടൽ ലൈൻ HR, ഇമേജ് ടാഗ്, അതുപോലെ തന്നെ ലിസ്റ്റ് എന്ന് പറയുന്നത് OLUL ടാഗിൽ ഓരോ ലിസ്റ്റിനെ ലിസ്റ്റ് ചെയ്യുന്നതിനുള്ള ടാഗാണ്. സോ ഈ 4 എണ്ണവും empty ടാഗിന് എക്സാമ്പിൾ ആണ്. അപ്പോൾ ഈ ചോദ്യത്തിനകത്ത് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് ആൻ എക്സാമ്പിൾ ഫോർ empty ടാഗ് എന്നുള്ളതിനകത്ത് ഓൾ ഓഫ് ദീസ് എന്നുള്ളതാണ് ആൻസർ വരിക. ക്ലിയർ ആയിട്ടുണ്ടല്ലോ. HTML ടാഗിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തേക്കുന്നു, കണ്ടെയ്നർ ടാഗ് ആൻഡ് empty ടാഗ്. empty ടാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർട്ടിംഗ് ടാഗ് മാത്രം ഉള്ളതിനെയാണ് empty ടാഗ് എന്ന് പറയുക. സ്റ്റാർട്ടിംഗ് ടാഗും എൻഡ് ടാഗും വേണ്ടതിനെയാണ് നമ്മൾ കണ്ടെയ്നർ ടാഗ് എന്ന് പറയുക. empty ടാഗിന് ഒട്ടുമിക്ക ടാഗുകളും കണ്ടെയ്നർ ടാഗ്സ് ആണ്. പക്ഷെ സ്പെഷ്യൽ കേസസ് ആയിട്ടുള്ള empty ടാഗുകൾ നിങ്ങൾ പഠിച്ചു വെക്കുക. ബ്രേക്ക് ലൈൻ ആയിട്ടുള്ള BR, ഹൊറിസോണ്ടൽ ലൈൻ ആയിട്ടുള്ള HR, ഇമേജ് ടാഗ്, അതുപോലെ തന്നെ ഓർഡേർഡ് ആൻഡ് അൺഓർഡേർഡ് ലിസ്റ്റിനകത്തെ ഓരോ ലിസ്റ്റിനെയും എഴുതുന്ന LI എന്ന് പറയുന്ന ലിസ്റ്റ് ടാഗ്. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെയാണ് ഈ empty ടാഗിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി, ദ ടെക്സ്റ്റ് ബിറ്റ്വീൻ സ്റ്റാർട്ട് ആൻഡ് എൻഡ് ടാഗ്. സ്റ്റാർട്ട് ടാഗിനും അതുപോലെ തന്നെ എൻഡ് ടാഗിനും ഇടയിലുള്ള കണ്ടന്റിനെ പറയുന്ന പേരെന്താണ് എന്നാണ് ചോദിച്ചേക്കുന്നത്. സ്റ്റാർട്ട് ടാഗ് നമ്മൾ ഇങ്ങനെയാണ് എഴുതുക, എൻഡ് ടാഗ് ഇങ്ങനെയാണ് എഴുതുക, ഒരു സ്ലാഷ് ഉണ്ടായിരിക്കും. ഇതിനിടയിൽ ഇവിടെ എഴുതുന്ന കണ്ടന്റിനെ നമ്മൾ എന്തെന്നാണ് പറയുക, ഇതിനെ നമ്മൾ ടാഗ് എലമെന്റ് എന്നാണ് പറയുക. ഈ ടാഗുകൾക്ക് സ്റ്റാർട്ട് ടാഗിനും എൻഡ് ടാഗിനും ഇടയിൽ എഴുതിയിട്ടുള്ള കണ്ടന്റുകളാണ് നമുക്ക് വെബ് പേജിൽ ഔട്ട്പുട്ട് ആയിട്ട് കാണാനായിട്ട് പറ്റുക. ഓക്കെ, അപ്പൊ ടാഗ് അല്ലെങ്കിൽ ടെക്സ്റ്റ് ബിറ്റ്വീൻ സ്റ്റാർട്ട് ആൻഡ് എൻഡ് ടാഗ് എന്ന് പറയുന്നത് എന്താണ്, ടാഗ് എലമെന്റ് ആണ് എന്നുള്ളത് ഓർമ്മിപ്പിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക, ലാസ്റ്റ് ടാഗ് ഇൻ എൻ HTML പ്രോഗ്രാം. ഒരു HTML പ്രോഗ്രാമിനകത്ത് ലാസ്റ്റ് ടാഗ് എന്ന് പറയുന്നത് HTML ക്ലോസ് ചെയ്യുന്നതാണ്. നമുക്കറിയാം HTML എന്നാണ് നമ്മൾ എഴുതി തുടങ്ങുന്നത് അല്ലെ. ഡോക്യുമെന്റിന്റെ സ്റ്റാർട്ട് HTML എന്നുള്ളതാണ്. ഇതിനകത്ത് പല കണ്ടന്റുകൾ വരാം, എല്ലാം ക്ലോസ് ചെയ്തിട്ട് അവസാനം എന്ത് ചെയ്യണം, HTML കൂടെ ക്ലോസ് ചെയ്യണം. ഓക്കെ, അപ്പൊ HTMLന്റെ ലാസ്റ്റ് അല്ലെങ്കിൽ ഒരു വെബ് പേജിന്റെ തന്നെ ലാസ്റ്റ് ടാഗ് എന്ന് പറയുന്നത് /HTML. അത് HTML ക്ലോസ് ചെയ്യുന്നതാണ് അവസാനത്തെ ടാഗ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് 10 ചോദ്യങ്ങളാണ് നോക്കുന്നത്. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക, യൂസിങ് ആൻ ആങ്കർ ടാഗ് വി ക്യാൻ ലിങ്ക്. ആങ്കർ ടാഗ് എന്ന് പറയുന്നത് നമുക്ക് മറ്റ് കണ്ടന്റുകളെ നമ്മുടെ വെബ് പേജിനകത്തേക്ക് ലിങ്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, ആ ഒരു ക്ലാസ് ഇവിടെ കൊടുത്തേക്കാം, നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ പോയി കാണാം. ഏറ്റവും മോസ്റ്റ് വേണ്ട കാര്യങ്ങളെല്ലാം അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. സോ ഇവിടെ നമ്മൾ ക്വസ്റ്റ്യനിൽ പഠിക്കുന്നത് യൂസിങ് ആങ്കർ ടാഗ് വി ക്യാൻ ലിങ്ക്. എന്തൊക്കെയാണ് ലിങ്ക് ചെയ്യാൻ പറ്റുക, താഴെ പറയുന്ന ഏത് വേണമെങ്കിലും ലിങ്ക് ചെയ്യാം. അതായത് നമുക്ക് ടെക്സ്റ്റ് ലിങ്ക് ചെയ്യാം, ഇമേജ് ലിങ്ക് ചെയ്യാം, ഓഡിയോ ഫയൽസ് സൗണ്ട് ഫയൽസ് ലിങ്ക് ചെയ്യാം, വീഡിയോ ഫയൽസ് ലിങ്ക് ചെയ്യാം, അല്ലെങ്കിൽ മറ്റ്
വെബ് പേജുകൾ ലിങ്ക് ചെയ്യും. എനി കണ്ടന്റ് വി ക്യാൻ ലിങ്ക്. ഓക്കെ, അപ്പൊ ആങ്കർ ടാഗിന് ഒറ്റ ആട്രിബ്യൂട്ടേ ഉള്ളൂ, എച്ച് റഫ് എന്ന് പറയുന്ന ഒറ്റ ആട്രിബ്യൂട്ടേ ഉള്ളൂ. എ എന്ന് മീൻസ് എന്താണ്? ആങ്കർ എന്നുള്ളതാണ് ഫുൾ ഫോം വരുന്നത്. ഓക്കെ, അപ്പൊ ആങ്കർ ടാഗ് ലിങ്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതാണ്. ടെക്സ്റ്റ്, ഇമേജ്, സൗണ്ട്, വീഡിയോ, പേജ് ഒക്കെ നമുക്ക് ലിങ്ക് ചെയ്യാൻ പറ്റുന്നതാണ്. നെക്സ്റ്റ് നോക്കുക, ഇൻ ബോത്ത് UL ആൻഡ് OL ടാഗ് ഈച്ച് ലിസ്റ്റ് സ്റ്റാർട്ട് വിത്ത്, അതായത് നമ്മൾ ഓർഡേർഡ് ലിസ്റ്റ് ആണ് ഇത്, അൺഓർഡേർഡ് ലിസ്റ്റ് ആണ് ഇത്. അതായത് നമുക്ക് ബുള്ളറ്റ് അൺഓർഡേർഡ് ലിസ്റ്റ് ആണിത്. ഇതെന്ന് പറയുന്നത് ഓർഡേർഡ് ലിസ്റ്റ്. അൺഓർഡേർഡ് ലിസ്റ്റ് എന്ന് പറയുന്നത് ബുള്ളറ്റഡ് ലിസ്റ്റ് ആണ്, ബുള്ളറ്റ് വെച്ച് എഴുതുന്നതാണ്. ഇതെന്ന് പറയുന്നത് നമ്പേർഡ് ലിസ്റ്റ് ആണ്. ഓക്കെ, നമ്പേർഡ് ലിസ്റ്റിൽ നമുക്ക് 1 2 3 എന്നുള്ള രീതിയിൽ എഴുതാം. I 1 2 3 എന്ന റോമൻ രീതിയിൽ എഴുതാം. അതുപോലെ തന്നെ ABC എന്നുള്ള രീതിയിൽ എഴുതാം. ABC ക്യാപിറ്റൽ രീതിയിൽ എഴുതാം. 1 2 3 ക്യാപിറ്റൽ റോമൻ രീതിയിൽ എഴുതാം. അപ്പൊ ഈ തരത്തിലൊക്കെ എഴുതാൻ പറ്റുന്നത് ഓർഡേർഡ് ലിസ്റ്റിലാണ്. രണ്ട് ലിസ്റ്റിലും ഈ ലിസ്റ്റിനകത്തെ ഓരോ ഐറ്റത്തിനെ ലിസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ടാഗ് ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. അതൊരു എംപ്റ്റി ടാഗ് ആണെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഏതാണ്? LI എന്ന് പറയുന്നതാണ് ഈ പറയുന്ന ഓരോ ടാഗിനെയും അല്ലെങ്കിൽ ഓരോ എലമെന്റിനെയും ലിസ്റ്റ് ചെയ്യുന്ന ടാഗ്. ഓക്കെ, ദെൻ ഇന്ന് നമ്മൾ HTML ക്വസ്റ്റ്യൻസ് ആണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള എന്നാൽ ചോദിക്കാൻ ചാൻസസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കിയത്. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ഫൈൻ, താങ്ക് യു.